നിനക്ക് ഈശോയുമായി സൗഹൃദമുണ്ടെങ്കിൽ നീ തീരുമാനിക്കുകയാണ്, ഞാൻ മാരകപാപം മാത്രമല്ല ഒരു ലഘുപാപവും ചെയ്യുകയില്ല. തമാശക്ക് പോലും ഞാൻ ഒരു കള്ളം പറയുകയില്ല. ഒരു കളി തമാശയ്ക്ക് വേണ്ടി പോലും ഞാൻ ഒരു പാപത്തിലേക്ക് പോവുകയില്ല. വെറുതെ ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി പോലും ഞാൻ പാപികളുടെ ഇടയിൽ പോയി ഇരിക്കുകയില്ല. ഒരു തരത്തിലും ഈശോയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു വാക്കും ഒരു ചിന്തയും ഒരു തീരുമാനവും എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ മൂന്നാമത്തെ തലം. ഞാൻ ഒരു കാര്യത്തിലും ഈശോയെ വേദനിപ്പിക്കില്ല, ഒരു പാപവും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു തലം. പക്ഷെ ഈ തലത്തിൽ ചെറിയ കുഴപ്പങ്ങളുണ്ട്. കുഴപ്പങ്ങളല്ല, അതിലുള്ള കുറവുകൾ അമ്മ ത്രേസ്യ പറയുകയാണ്. പക്ഷേ അവർ ചില ആഘോഷങ്ങൾ നല്ലതെന്ന് പറയുന്നത്, അതായത് ഒരു ഉദാഹരണത്തിന് TV കാണുന്നത് പാപമാണോ? അല്ല. സീരിയല് കാണുന്നത് പാപമാണോ? അല്ല. ഒരു ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നത് പാപമാണോ? അല്ല. സിനിമക്ക് പോകുന്നത് പാപമാണോ? പുതിയൊരു വസ്ത്രം മേടിക്കുന്നത് പാപമാണോ? പുതിയൊരു ആഭരണം മേടിക്കുന്നത് പാപമാണോ? അല്ല. ഒന്ന് ഔട്ടിങ്ങിന് പോകുന്നത്, പിക്നിക്കിന് പോകുന്നത് പാപമാണോ? അല്ല. പിന്നെ എന്താ പാപം? ഇതൊന്നും പാപമല്ല, അല്ലേ? അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്തൂടെ? ചെയ്യാം. യെസ്. ഒരാള് ഫോൺ വിളിക്കുന്നത്, ഒരു സുഹൃത്തിന്റെ ഫോൺ വിളിക്കുന്നത് പാപമാണോ? അല്ല. ഒരാളോട് കൂടുതൽ നേരം നല്ല വർത്താനം, അതായത് കൊച്ചു വർത്താനം, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് നല്ല വർത്താനം, ഒരു പാപമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് പാപമാണോ? അല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? പാപമല്ലാത്ത ലോകത്തിൻ്റെതായിട്ടുള്ള ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ യാത്രയ്ക്ക് പോകുന്നു, ഭക്ഷണത്തിന് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, കൂട്ടുകാരൊത്ത് നടക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാപമല്ല. പാപം കൽപ്പനകൾ എടുത്തു വെച്ച് നോക്കിയാൽ പാപമല്ലാത്ത കുറെ കാര്യങ്ങളിൽ, ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. പുതിയ വസ്ത്രം മേടിക്കുന്നു, മേക്കപ്പ് ഇടുന്നത് പാപമാണോ? ആണോ? കണ്ണെഴുതുന്നത് പാപമാണോ? മൂക്കുത്തുന്നത് പാപമാണോ? കമ്മലിടുന്നത് പാപമാണോ? അല്ല. മൊബൈൽ മേടിക്കുന്നത് പാപമാണോ? അല്ല. സ്ഥലം മേടിക്കുന്നത് പാപമാണോ? അല്ല. ഇങ്ങനെയുള്ള ലോകത്തിന്റെ കാര്യങ്ങളിൽ അവർ താല്പര്യം കാണിക്കുകയും എന്നാൽ ഈശോയെ ഒരു കാര്യത്തിലും വേദനിപ്പിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇത് പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ തലമാണ്. ഈശോയുണ്ട്, ലോകവുമുണ്ട്.